ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ BJPയെ പോലും സോഷ്യൽ മീഡിയയിൽ മറികടന്ന CJPയുടെ കുതിപ്പ് ഡിജിറ്റൽ ലോകത്തെ വിദഗ്ധരെ പോലും അമ്പരപ്പിച്ചിരിക്കുകയാണ്. പൂനെ സ്വദേശിയും നിലവിൽ അമേരിക്കൻ താമസക്കാരനുമായ അഭിജിത്ത് ദീപ്കെ എന്ന യുവാവാണ് ഇതിൻ്റെ സ്ഥാപകനെന്ന് പറയപ്പെടുന്നു. അദ്ദേഹം തന്നെയാണ് കൂടുതലും ഇതിൽ പ്രതികരണങ്ങളുമായി രംഗത്തെത്താറുള്ളത്. എന്നാൽ ഒരു വ്യക്തിക്ക് ഇത്രയും വലിയൊരു തരംഗം ഒറ്റയ്ക്ക് സൃഷ്ടിക്കാൻ സാധിക്കുമോ? അതോ ഇതിന് പിന്നിൽ വൻതോതിലുള്ള പണമൊഴുക്കും IT സെല്ലുകളും പ്രവർത്തിക്കുന്നുണ്ടോ? ഉണ്ട് എന്ന് തന്നെ വേണം ആ പേജ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവാദം ആളിക്കത്തുന്നത് BJP യുവമോർച്ച ജനറൽ സെക്രട്ടറി തജീന്ദർ ബഗ്ഗ പുറത്തുവിട്ട ഒരു ഡാറ്റയോടെയാണ്. CJPയുടെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിനെ കീറി മുറിച്ചുള്ള പരിശോധനയിൽ കണ്ടത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ബഗ്ഗയുടെ അവകാശവാദം അനുസരിച്ച് നമുക്ക് എന്താണെന്ന് പരിശോധിക്കാം. പാകിസ്ഥാൻ 49% ഫോളോവേഴ്സാണ് പാകിസ്ഥാനിൽ നിന്നുമുള്ളത്. US-ഉം ബംഗ്ലാദേശും 28%, ഇന്ത്യയിൽ നിന്ന് വെറും 9% മാത്രം. ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിലെ യുവാക്കളുടെ പ്രശ്നം സംസാരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിയുടെ 50%ഓളം അനുയായികൾ നമ്മുടെ ശത്രുരാജ്യമായ പാകിസ്ഥാനിൽ നിന്നാണെങ്കിൽ ആർക്ക് വേണ്ടിയാണ് ഈ പാർട്ടി നിലകൊള്ളുന്നത്? കോക്രോച്ച് ജനതാ പാർട്ടി എന്ത് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ജനതാ പാർട്ടിയാണോ എന്ന ഗൗരവമേറിയ ചോദ്യമാണ് BJP ഉയർത്തുന്നത്. മറ്റൊരു കാര്യം പറയട്ടെ, ഇതിൻ്റെ പിന്നാലെ ഇപ്പോൾ അഭിജിത്ത് ദീപ്കെ പുറത്തുവിട്ടൊരു സ്ക്രീൻഷോട്ട് പ്രചരിക്കുന്നുണ്ട്. അത് തീർച്ചയായും വ്യാജമാണെന്ന് നമുക്കതിൽ നിന്നും ഉറപ്പിക്കാം.